കുമ്പസാരം എന്ന കൂദാശയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഗ്ലോറിയ പോളോ എന്ന വ്യക്തിക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകളാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. കുറച്ചു കാലങ്ങളായി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കൂദാശകൾക്കെതിരെ വ്യക്തികളും ചില സംഘടനകളും ചേർന്ന് ഇവയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ കേൾക്കാനിടയായി. വളരെ മനോവിഷമം ഉണ്ടാക്കുന്ന ഇവയ്ക്കെതിരെ സഭ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട കൂദാശകളാണല്ലോ. ഒപ്പം തന്നെ കുമ്പസാരം എന്ന കൂദാശയെ ലഘൂകരിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന മറ്റൊരു വാർത്ത കൂടി മാധ്യമങ്ങളിലൂടെ അറിയുവാൻ കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ സെന്റ് പീറ്റേഴ്സ് കത്തോലിക്ക ദേവാലയത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ഈശോയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപം വഴി പാപങ്ങൾ കേട്ട് പരിഹാരങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ കുമ്പസാരിപ്പിക്കുന്നതായി അറിയാനിടയായി. വിശ്വാസിക്ക് മുമ്പിൽ ഇരിക്കുന്ന പാനൽ ബോർഡിൽ വിരലമർത്തിയാൽ ഈശോയുടെ രൂപം തെളിയും. വിശ്വാസിയുടെ ആകുലതകളും ആവശ്യങ്ങളും ഈശോയുടെ AI രൂപം വ്യാഖ്യാനിച്ചെടുത്ത് മറുപടി പറയുകയും ചെയ്യും. കുമ്പസാരക്കൂട്ടിൽ പ്രവേശിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ബൈബിൾ സംബന്ധമായ ചോദ്യങ്ങൾക്ക് പുതിയ നിയമത്തിൽ നിന്നുള്ള ഉള്ളടക്കം ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത AI പ്രോഗ്രാമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് കുമ്പസാരക്കൂടിന്റെ ഉദ്ദേശശുദ്ധിക്കും പവിത്രതയ്ക്കും കോട്ടം വരുത്തുന്നതാണല്ലോ. അതുപോലെ കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ നൽകുന്നത് പരിശുദ്ധാത്മ പ്രേരിതമായ ഉപദേശങ്ങളും പ്രായശ്ചിത്ത പ്രവർത്തികളുമാണല്ലോ. അത് ഒരു വ്യക്തിയുടെ പശ്ചാത്തലത്തിന് യോജിച്ചതുമായിരിക്കും. വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറി 1725 ഇങ്ങനെ പറയുന്നു: എന്റെ മകളെ, എന്റെ സാന്നിധ്യത്തിൽ നീ എപ്രകാരമാണ് ഒരുങ്ങുന്നത്, അപ്രകാരം തന്നെ എന്റെ മുൻപിൽ കുമ്പസാരിക്കുക. വൈദികൻ എന്ന വ്യക്തി എനിക്കൊരു മറ മാത്രമാണ്. ഞാൻ ഉപയോഗിക്കുന്നത് എപ്രകാരമുള്ള ഒരു വൈദികനെയാണ് എന്ന് നീ ഒരിക്കലും അപഗ്രഥനം ചെയ്യരുത്. എന്നോടെന്ന പോലെ കുമ്പസാരത്തിൽ നിന്റെ ആത്മസ്ഥിതി തുറന്നു പറയുക. ഞാൻ അതിനെ പ്രകാശത്താൽ നിറയ്ക്കാം. മാമോദിസായ്ക്ക് ശേഷം ചെയ്ത പാപങ്ങളുടെ മോചനം മാനസാന്തരത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അനുതാപത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും കൂദാശ എന്ന് വിളിക്കപ്പെടുന്ന ഈ കൂദാശയാൽ നൽകപ്പെടുന്നു. കാറ്റക്കിസ് ഓഫ് ദ കാത്തലിക് ചർച്ച് 1486. അനുതാപം അല്ലെങ്കിൽ മനസ്താപം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലക്ഷ്യങ്ങളാൽ പ്രചോദിതമായിരിക്കണം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അനുതാപമാണെങ്കിൽ അതിനെ പൂർണ്ണ മനസ്താപം എന്ന് വിളിക്കപ്പെടും. മറ്റു കാരണങ്ങളിൽ നിന്നാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ അപൂർണ മനസ്താപം എന്ന് വിളിക്കപ്പെടുന്നു. കാറ്റക്കിസ് ഓഫ് ദ കാത്തലിക് ചർച്ച് 1492. തുടർന്ന് പരിഹാരത്തിന്റെ അല്ലെങ്കിൽ പ്രായശ്ചിത്തത്തിന്റെ ചില പ്രവൃത്തികൾ വൈദികൻ നിർദ്ദേശിക്കുന്നു. ഈ കൂദാശയിലൂടെ ദൈവവുമായുള്ള അനുരഞ്ജനവും സഭയുമായുള്ള അനുരഞ്ജനവും സാധ്യമാകുന്നു. ഒപ്പം തന്നെ പാപം വഴി ഉണ്ടാകുന്ന കാലിക ശിക്ഷകളിൽ നിന്ന് ഇളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം വ്യക്തിക്ക് സമാധാനവും മനസാക്ഷിയുടെ സ്വസ്ഥതയും ആധ്യാത്മിക ആശ്വാസവും ലഭിക്കുന്നു. ഒരു വൈദികന് പകരം റോബോട്ടുകളെ ഉപയോഗിക്കുന്നതിലൂടെ അതൊരു കൂദാശയായി മാറുന്നില്ല. മറിച്ച് അത് വെറും ഒരു കൗൺസിലറെ സമീപിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണല്ലോ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കൗൺസിലിങ്ങിന് ശേഷം വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കുന്നതിനായിട്ട് നിർദ്ദേശം നൽകുന്നത്. അതിനാൽ നിർമ്മിത ബുദ്ധിയിലൂടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടത്തുന്ന കുമ്പസാരം ഒരിക്കലും ഒരു കൂദാശയാകുന്നില്ല. അതിലൂടെ ഒരിക്കലും പാപം മോചിക്കപ്പെടുന്നുമില്ല. കൊളംബിയയിലുള്ള ഗ്ലോറിയ പോളോ എന്ന ദന്ത ഡോക്ടർക്ക് 1995 മെയ് 5 കുമ്പസാരം എന്ന കൂദാശയിലൂടെ നടക്കുന്ന രഹസ്യത്തെക്കുറിച്ച് വ്യക്തമായ വെളിപ്പെടുത്തലുകൾ ഈശോ നൽകിയിട്ടുണ്ട്. അവർക്ക് ശക്തമായ ഇടിമിന്നൽ ഏറ്റതിനെ തുടർന്ന് മരണത്തിനടുത്ത അനുഭവം, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തു. മാരകഭാവത്തിൽ ജീവിച്ചിരുന്ന അവർക്ക് വിധിയാളനായ യേശുവിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരികയും തന്നെക്കുറിച്ചുള്ള ന്യായവിധിയുടെ അനുഭവം ലഭിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ വളരെ എളിമയുള്ള ദൈവഭക്തനായ ഒരു കൃഷിക്കാരൻ ഇവരുടെ മരണവാർത്തയും ചിത്രവും പത്രത്തിലൂടെ ശ്രദ്ധിക്കുവാനിടയായി. അദ്ദേഹം അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി യേശു അവൾക്ക് രണ്ടാമതൊരു മടങ്ങിവരവിന് അനുമതി നൽകുകയും ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടിയ ഗ്ലോറിയായിക്ക് 10,000-കണക്കിന് ആളുകളോട് ഇതേക്കുറിച്ച് സാക്ഷ്യം നൽകുവാനുള്ള വരവും ലഭിച്ചു. ഒപ്പം തന്നെ ആദ്യ ഒരവസരം ലഭിച്ചതിനാൽ അവളുടെ രണ്ടാമത്തെ ന്യായവിധി വളരെ കഠിനമായിരിക്കുമെന്ന് ഈശോ മുന്നറിയിപ്പ് നൽകി.
ഗ്ലോറിയ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇടിമിന്നലിനെ തുടർന്ന് അവളുടെ ആന്തരിക അവയവങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു പോയ അവസ്ഥയിലായി. ഒപ്പം തന്നെ വൃക്കകൾ, ശ്വാസകോശം, കരൾ, അണ്ഡാശയം തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്ക് കേടുപറ്റുകയും ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് അവളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വരികയും സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ ഇവ ദർശിക്കാൻ കഴിഞ്ഞു. ജനിച്ചപ്പോൾ മുതൽ താൻ ചെയ്ത ഓരോ പാപങ്ങളെയും കുറിച്ച് യേശു അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ സഭയുടെ കൂദാശകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. തുടർന്ന് അവളുടെ ആത്മാവ് ശരീരത്തിലേക്ക് മടങ്ങുകയും അവൾ ജീവൻ പ്രാപിക്കുകയും ചെയ്തു. ലൈംഗിക വിശുദ്ധി, ജപമാല ഭക്തി, ദിവ്യകാരുണ്യ ഭക്തി, പ്രമാണ ലംഘനങ്ങൾ, പ്രാർത്ഥനാ മധ്യസ്ഥം, ഉപേക്ഷയാലുള്ള പാവങ്ങൾ, ഭ്രൂണഹത്യ, നാവിന്റെ പിഴവ്, ദൈവകരുണ എന്നീ മേഖലകളോടൊപ്പം വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിൽ സംഭവിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇനി വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിൽ ഗ്ലോറിയ പോളോയ്ക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈശോ ഇപ്രകാരം വെളിപ്പെടുത്തി കൊടുത്തു. ഈ കൂദാശയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. വൈദികരുടെ വ്രണതമായ ഹൃദയത്തിൽ, ഇതൊരു ആത്മീയ മുറിവാണ്, വൈദികരുടെ വ്രണതമായ ഹൃദയത്തിൽ ക്രൂശിതനായ ഈശോ എപ്പോഴും ജീവിക്കുന്നു. വൈദിക പട്ടം ലഭിക്കുമ്പോൾ അഭിഷേകത്താൽ അവരുടെ ഹൃദയത്തിൽ ഈ ആത്മീയ മുറിവ് ലഭിക്കപ്പെടുന്നു. അതിലൂടെ പ്രവഹിക്കപ്പെടുന്ന തിരുരക്തത്താലാണ് ഒരു പാപി തന്റെ പാപം ഏറ്റുപറയുമ്പോൾ കഴുകപ്പെടുന്നത്. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കുമ്പസാരത്തിനായി വൈദികനെ സമീപിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ദൈവകരുണയിലേക്ക് ഉയർത്തപ്പെടുകയും ദൈവകരുണയുടെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ആത്മാവ് വൈദികന്റെ വ്രണത ഹൃദയത്തിലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ ഈശോ തന്റെ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് വഴിയായി തിരുരക്തം അനുതാപത്തോടുകൂടി കുമ്പസാരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി ആ വ്യക്തിയുടെ ആത്മാവിനെ കഴുകി വെടിപ്പാക്കുന്നു. യഥാർത്ഥ അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി പാപം ഏറ്റുപറയുമ്പോൾ മാത്രമേ ഈ പ്രക്രിയ സംഭവിക്കുന്നുള്ളൂ. ഇവയെല്ലാം മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യങ്ങളാണെന്നും തനിക്ക് ഈശോ വെളിപ്പെടുത്തി. ഇങ്ങനെ ഓരോ പാപവും ഒരു വ്യക്തി ആഴമായ അനുതാപത്തോടുകൂടി വൈദികന്റെ മുൻപിൽ ഏറ്റുപറയുമ്പോൾ സാത്താന്റെ ഉള്ളതും അവന്റെ പക്കൽ ഇരിക്കുന്നതുമായ പാപത്തിന്റെ കടച്ചീട്ട് ഈശോ വാങ്ങി കീറിക്കളയുന്നു. വിശുദ്ധ മാർഗരറ്റ് മേരി അൽക്കോക്കിന് ഈശോ കാണിച്ചു കൊടുത്ത തന്റെ തിരുഹൃദയത്തിൽ മുൾമുടിയും കുരിശുരൂപവും ദൃശ്യമാണല്ലോ. ഇതിൽ നിന്ന് മേൽ വിവരിച്ച ദർശനം സാധുതയുള്ളതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്നും ജീവിച്ചിരിക്കുന്ന ഗ്ലോറിയ പോളോയുടെ അനുഭവ സാക്ഷ്യം ന്യായാധിപ സന്നദ്ധിയിൽ എന്ന എൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.